മദ്രസ അധ്യാപകൻ റിയാസ് മൗലവി കൊലപാതക കേസിലെ ആ വിധിയിലേക്ക് പോവുകയാണ്. കേസിൽ ഇപ്പോൾ 3 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി. കേളുകുടെ സ്വദേശികളായ RSS പ്രവർത്തകർ അജേഷ്, അഖിലേഷ്, നിതിൻ കുമാർ എന്നിവരെയാണ് കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, കുടുംബത്തിന്റെ അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രതികരണം വന്നോ? തീർച്ചയായും ആര്യ, വളരെ വേദനാജനകമായ ഒരു വിധി എന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധികൾ പറയുന്നത്. കുടുംബത്തിന് ആ വിധി കേട്ടു നിൽക്കാനുള്ള ശേഷി പോലും ഇല്ലാതായി എന്നുള്ള പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. കാരണം കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ ഇപ്പം പുറത്തേക്ക് കോടതി വിട്ടിട്ടില്ല. പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ള ഒരൊറ്റ വാചകം മാത്രമാണ് ജഡ്ജിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഒരു കൊലപാതകം മാത്രമല്ല, ഒരു സമാധാന അന്തരീക്ഷം തുടർച്ചയായി നിലനിന്നിരുന്ന ഒരു പ്രദേശത്ത് ഒരു വർഗീയ കലാപത്തിനുള്ള ശ്രമം കൂടി കൊലപാതകത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വാദം പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. പ്രോസിക്യൂഷന് വലിയ വിശ്വാസം അധികം സാക്ഷികളെ വിസ്തരിച്ച് ഒട്ടേറെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് അത്രയും പ്രബലമായ തെളിവുകളും മറ്റ് മുഴുവൻ ശാസ്ത്രീയ വശങ്ങളെല്ലാം കൃത്യമായി തെളിയിച്ചുകൊണ്ടായിരുന്നു പ്രോസിക്യൂഷൻ നിന്നിരുന്നത്. ഇന്നലെ വൈകിട്ട് നമ്മൾ പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറെ കാണുന്ന സമയത്ത് അദ്ദേഹവും കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവച്ചത്. തീർച്ചയായും ഇത്തരത്തിലൊരു വിധി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കുടകിൽ നിന്നും റിയാസ് മൗലവിയുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ചൂരിയിലെ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളും ഇവിടെ എത്തിയിരുന്നത്. പക്ഷേ അവരെയൊക്കെ തന്നെ ആകെ നിരാശയിലാക്കുന്ന ഒരു വിധിയാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ജഡ്ജ്മെന്റ് വന്നിട്ടില്ല. ജഡ്ജ്മെന്റ് വന്നാൽ മാത്രമേ പൂർണ്ണമായി പ്രതികരിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം. എന്തായാലും ഈ ഒരു വിധിയിൽ അവരാരും പൂർണ്ണമായി തൃപ്തരല്ല എന്നുള്ളൊരു കാര്യം കൂടി അവരെല്ലാവരും പറയുന്നുണ്ട്. എന്തായാലും ഇനി ഹൈക്കോടതിയിലേക്ക് ഈ കേസ് നീങ്ങും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് ആര്യ. ശരി, എന്തായാലും ഇപ്പോൾ 3 പ്രതികളെയും വെറുതെ വിട്ടു എന്നുള്ളതാണ് നമുക്ക് കോടതിയിൽ നിന്ന് അറിയാൻ കഴിയുന്ന കാര്യം. ഒറ്റ വരിയിൽ മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത കേസിലേക്ക് ജഡ്ജി നീങ്ങുകയായിരുന്നു.